ഉറക്കത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറഞ്ഞാലും അവർ ഉറങ്ങിപ്പോരുത്. ഇല്ല നന്നായിട്ട് ഉറങ്ങാൻ, നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് അപ്പം ആ ഉറക്കത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. നല്ല ഉറക്കം അത് നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഡോക്ടർ സൗമ്യ സിറിൻ റെഡിയാണ്. ആ സെഗ്മെന്റിലേക്കാണ് ഉറക്കശാസ്ത്രം. രാത്രി ഉറക്കത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അച്ഛനമ്മമാരിൽ നിന്ന്, കുട്ടികൾ രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു എന്നുള്ളത്. പലരും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് റേസ് ചെയ്യാറുണ്ട്. പക്ഷേ പല ആളുകളും അതൊക്കെ ഓക്കെയാണ്, അത് പതുക്കെ മാറിക്കോളും, കുട്ടി കുറച്ചുകൂടി വലുതാവുമ്പോൾ മാറിക്കോളും. സോ നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വയസ്സിന് ശേഷം ഈ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന പ്രശ്നം ഒരു പ്രോബ്ലമാണ്. അതിന് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളത്. കുട്ടികൾ ഒരു 2 വയസ്സാവുമ്പോഴേക്കും ഡ്രൈ ബൈ ഡേ ആവും. അതായത് മോർണിംഗ് ടൈമിൽ, ഡേ ടൈമിൽ അവർക്ക് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അവർ അച്ഛനമ്മമാരോട് പറഞ്ഞ് ഹെൽപ്പ് സീക്ക് ചെയ്യും. ഒരു 3 മുതൽ 4 വയസ്സിനുള്ളിൽ, മാക്സിമം 4 വയസ്സിനുള്ളിൽ അവർ ഡ്രൈ ബൈ നൈറ്റ് ആവും. അതായത് രാത്രി അവർ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നത് നിർത്തും. അല്ലെങ്കിൽ അവർക്ക് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് അച്ഛനമ്മമാരോട് അതിനുള്ള സഹായം ചോദിക്കും. സോ 2 വയസ്സാവുമ്പോഴേക്കും അവർ ഡേ ടൈമിൽ അറിയാതെ മൂത്രം പോകുന്ന ആ ഒരു ശീലം നിർത്തണം. 4 വയസ്സെങ്കിലും ആകുമ്പോഴേക്കും നൈറ്റിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയും മാറണം. ഇതില്ല, 4 വയസ്സിന് ശേഷവും കുട്ടി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവഗണിക്കരുത്. ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായി പാരൻസ് അത് നോട്ട് ചെയ്ത് കാണും. ഈ കിടക്കയിൽ മുള്ളുന്ന കുട്ടികൾ, അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞനുസരിച്ച് 4 വയസ്സ് വരെയാണ്. 4 വയസ്സിന് ശേഷം വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സിക്കണമെന്നാണ് അഭിപ്രായം, അല്ലേ?